കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടുപേരും ആറാട്ടെണ്ണം വരെയും കൂടി ഒരു ലിപ് ലോക്ക് വീഡിയോ ഭയങ്കര എന്ത് ഞങ്ങൾക്ക് സത്യമായിട്ട് നമുക്ക് മറ്റേ പെണ്ണുങ്ങളോട് പോലും ചെയ്തിട്ട് അതുപോലെ അത് വിവാദമാകുന്നില്ല. പക്ഷെ നല്ല പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ. അതായത് ജർമ്മൻകാരെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കണേ കണ്ടാ പറയാമോ? എനിക്കതൊരു സൗന്ദര്യമില്ലല്ലോ. ആര് പറഞ്ഞു? കാരണം അത് കണ്ടിട്ട് വിനയ് ഫോണിനെ പോലെയൊക്കെ ഉണ്ടാവും. എന്റെ ലോകം എന്റെ വാട്ടർമാർക്കൊക്കെയാ പതിപ്പിച്ചേക്കുന്നത്. കാരണം ഒരു കാര്യം ചോദിക്കാം, ചേച്ചിക്ക് ഈ വെടികെട്ടുന്ന സാധനത്തിലെ ആ ഫുള്ള് കണ്ടല്ലേ ചേച്ചി? അത് ഇതിനു മുമ്പ് റിവ്യൂ കണ്ടല്ലേ മൊബൈലിൽ? അപ്പൊ അതില് മറ്റേ വല്ല ലിപ് ലോക്ക് ഉണ്ടാവും? അതിനെപ്പറ്റി അങ്ങനെ ഒരു സീനൊന്നും ഇല്ലായിരുന്നു. അത് ആരോ എടുത്തോണ്ട് പോയിട്ട് അത് മാത്രം ആക്കിയിട്ട് ആറാട്ടന്റെ മാലിന്യം കൂടെ ഇട്ട് കാണിച്ചത് ശുദ്ധ ഞാനും ഞെട്ടിപ്പോയിട്ടാ. ഇപ്പൊ നാളെ ഈ പുള്ളിയില്ലേ, ഈ പുള്ളി ആട്ടയത്തിനായിട്ട് എപ്പോഴും സാധനം വെക്കൂല്ലേ? ഫോട്ടോ വെക്കണല്ലേ? എന്റെ ആണും പെണ്ണായിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട്. ഇവൻ ലേഡി, ഞാൻ കാരണം മറ്റേ നമുക്ക് ആൾക്കാരൊക്കെ ചെയ്യണത് കുറെ നാളുകൾ എന്റെ പടം ഇട്ടിട്ട് മക്കളെ നോക്കലാന്നൊക്കെ പറഞ്ഞ അപ്പൊ എല്ലാവരും എന്താ പറയാനുള്ള ഈ ലിപ് വീഡിയോ കുറിച്ച് ടെക്നോളജി മിസ്യൂസ് ചെയ്യാണ്, യാതൊരു എത്തിക്സും ഇല്ല. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ലീക്ക് ആയി കഴിയുമ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, ആണ് ചെയ്തിട്ടുള്ളത്. ആറാടിക്കാൻ മാറ്റം ഊടായിട്ടൊരു ഫോട്ടോ വന്നാൽ പോലും അത് നമുക്ക് പറയാൻ പറ്റും. അത് ഭയങ്കര മോശമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ചിലർ കുണ്ടനാണോ ജീവനെ കമന്റ് ഇടും. കുണ്ടനാണോ ജീവന്റെ അങ്ങനെ രീതിയിലേക്ക് അത് മലപ്പുറം കണ്ടൊരു ഭാഷയല്ല. കല്യാണം നടക്കാനാണെങ്കിൽ നടക്കും. ഈ ആൾക്കാരെ പരാജയപ്പെടുത്താൻ നോക്കിയാലും പെണ്ണിനാ അങ്ങനെ അല്ല വിഷയമൊന്നുമല്ല കേട്ടോ. ഞാൻ ഗേ അല്ല, കാര്യം എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, പെരുമ്പാവൂർ ജോർജ് ചേട്ടനൊക്കെ ഉണ്ട്, ആരുടെയൊക്കെ മറ്റേ സംഘടനയാണെന്ന് അറിയാറ് നിങ്ങൾ? അപ്പൊ അവരെ വെച്ചൊരു ഫോട്ടോയും വീഡിയോ ഇടാനായിട്ട് അതറിയാലോ. കാരണം മെഗാസ്റ്റാർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അവരുടെയൊക്കെ ഒരു ഫോട്ടോ വെച്ച വീഡിയോ വെച്ച ഒരു വീഡിയോ നിങ്ങളല്ല വേറെ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെ വെച്ചേക്കുമായിരിക്കും. ഒരു കാര്യം ചോദിക്കും, ഇത് നിങ്ങൾ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി നിങ്ങൾ തന്നെ അടിച്ചിറക്കി? ഞാനാ ഇല്ല, ബിഗ് ബോസ് അല്ലെങ്കിൽ വിളിച്ച് കയറാൻ പോലെപ്പെട്ടതൊന്നും. പല സംഭവങ്ങളിലും ചെറിയ പൈസ ഒക്കെ വിളിക്കുന്നത്. നമുക്കൊരു 20,000 പൈസ വന്നാൽ മാത്രമേ ബിഗ് ബോസിൽ പോകുള്ളൂ. വിളിച്ചാലും ഹണിച്ചേച്ചിനെ കുറിച്ചൊരു വാർത്ത, ഹണിച്ചേച്ചി കംപ്ലൈന്റ്, ഹണി റോസ്, അതിനെ കുറിച്ച് എന്താണ് പരിഹരിക്ക് പറയാനുള്ളത്? അതിനെ കുറിച്ച് പണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇനി അതിനെതിരെ എനിക്ക് കേസൂരൊന്നും അറിയില്ല. കാരണം അത് സ്മാർട്ട് മീഡിയ എന്ന് പറഞ്ഞ മീഡിയ എന്റെ കേസ് പറഞ്ഞ ഞാൻ നമ്മളോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരോട് അഭിനയിക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ അബദ്ധത്തെ ഒരു ബോധക്കേട് ഞാൻ പറഞ്ഞതാണ്. അനരോസോട് അഭിനയിക്കണമെന്ന് സിനിമയിൽ അഭിനയിക്കണം. പക്ഷെ ഇത് പക്ഷെ അതല്ല അഭിനയിക്കുന്നില്ല. അവര് ചോദിച്ചാൽ ലിപ് ലോക്ക് രംഗം വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും. ക്വസ്റ്റ്യൻ കട്ട് ചെയ്തു വീഡിയോ കയറി ക്വസ്റ്റ്യൻ കട്ട് ചെയ്തിട്ടാണ് അത് ഇട്ടേക്കണത്. ഇപ്പൊ ഇട്ടിട്ടില്ല, പണ്ട് ഇട്ട സാധനം പിന്നീട് റിപ്പീറ്റഡ് ഇടുമെന്ന് അറിയില്ല. ഇട്ടിട്ടേ നമ്മൾ നിയമപരമായിട്ട് പോകും. കാരണം നമുക്ക് ഈ ഭാഷക്ക് ചിരിച്ച തമാശകൾ കാരണം എനിക്ക് വലിയൊരു എമൗണ്ട് ഇങ്ങനെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നിയമപോരാട്ടത്തിൽ പോകും. വന്നു കഴിഞ്ഞാൽ കാരണം വേറൊരു വിഷയം കൂടി ഉണ്ട് ഇതിനകത്ത്. കാരണം ഈ യൂട്യൂബേഴ്സിനെ പലരും പിടിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ഹണി റോസിന്റെ വിഷയത്തിൽ. കാരണം റോസിന്റെ ഒരു പേജ് തന്നെ പുതുതായിട്ട് പുറത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുണ്ടോ, ഇപ്പൊ ഞങ്ങള് കോമളത്തരം കാണിക്കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇരിക്കുക. കാരണം ഞാൻ പറഞ്ഞു ഇതാ പറഞ്ഞു ഇവനെ പേടിച്ചിട്ട് ഇറങ്ങാനുള്ളതെന്ന് പറഞ്ഞു. അതെ, ഈ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇപ്പൊ ആറാറിനെ കുറിച്ച് സ്ഥാപിച്ചേണ്ട ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഒറ്റ ഈ പുള്ളിയാണ് ഡയറക്ടർ. മറ്റേ ഈ സീൻസ് സീൻസ് അല്ലേ, ഈ റൂമിലേക്ക് കയറുന്ന സീൻസ് അങ്ങനെ കുറച്ച് പറയട്ടെ. പുള്ളി പറയട്ടെ സത്യാവസ്ഥ അങ്ങനെ സീനില്ല. ഇത് അതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ. അതൊക്കെ
ഇതൊക്കെ വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ അത് വിശ്വസിച്ചിരുന്നോ കണ്ടപ്പോ? ഇല്ല, ഞാൻ വിശ്വസിച്ചില്ല. കാരണം താങ്കളുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരുന്നു, അത് ഇറങ്ങാൻ വേണ്ടി നമ്മളിപ്പോ പണിപ്പെട്ടിരുന്നു. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോ കുറെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അതിനെപ്പറ്റി എന്താ ചെയ്യേണ്ടതെന്ന് തോന്നി പോവാ. ഞാനിപ്പോ സിനിമകൾ കുറെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പേരൊന്നും പുറത്തുവിടുന്നില്ല. കാരണം ഒരു സിനിമ ഇന്ന് പോകുമ്പോൾ ജിങ്കിൾ ബെൽസ് വന്നിരുന്നു. നല്ല രീതിയിൽ വരുന്ന കോമഡി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരായിട്ട് ജിങ്കിൾ ബെൽസ് ഹിറ്റാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കാണാത്ത കാര്യം പറയാം. 8,000 പേര് കണ്ടിരുന്നു. പക്ഷെ ട്രോളാത്തതെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നായികമാരില്ല. ഈ പുതിയ നായകൻ ജിങ്കിൾ ബെൽസിലെ നമ്മൾ പേരായിട്ട് ഡാൻസ് ചെയ്തത്. ഇല്ല അതൊരിക്കലും വരില്ല. ചിലപ്പോ ഒരുപാട് ആരാധികമാർന്നുകൊണ്ട് ചിലപ്പോ തിയേറ്റർ വെച്ച് ലിപ് ലോക്ക് പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ മുദ്രപത്രം ഒപ്പിട്ടത് ചെയ്യും. ഇവര് പലപ്പോഴും മെസ്സേജ് അയക്കണ ആണുങ്ങളാ. പക്ഷെ ഒറ്റ ഓട്ടോ ഉണ്ട് ടോൾ ജംഗ്ഷനിലേക്ക്. ചില സമയത്ത് നമ്മളിപ്പോ എടുത്താൽ വേണ്ടി ചിലർ നോക്കണം. പക്ഷെ ചില വലിയ പ്രൊഫൈലിനൊക്കെ പ്രപ്പോസ് വരാറുണ്ടാവും. സമയം അത് പ്രോസസിംഗ്. എന്തായാലും ജൂലൈയിൽ കിടന്നുണ്ടാവും. എന്തായാലും ജൂലൈ എനിക്ക് 50 എന്തായാലും ഇപ്പൊ തിരക്കിലാണ്. മുന്നോട്ട് പോകണം. ഇനി വിവാദങ്ങൾ വരാൻ താല്പര്യമില്ല. 2-3 ഷർട്ട് മണിക്കുണ്ട്. കല്യാണത്തിന് പോകുന്നുണ്ട്. എല്ലാ കല്യാണ ഫംഗ്ഷനും ഒരു 4,000 വെച്ച് കിട്ടുന്നുണ്ട്. പൈസ ഉണ്ട് അത്യാവശ്യം. ഇനിയുള്ള പ്ലാൻ ബിഗ് ബോസ് വിളിച്ച് ഞാൻ പറഞ്ഞു 20,000 ഒരു ദിവസം തരികയാണെങ്കിൽ പോകും, അല്ലെങ്കിൽ നോ. അണ്ണൻ നോ പറയുന്നത് ഞാൻ നോ പറയും. അതില് മിനിമം 20,000 ഞാൻ പറയണത്. കാരണം നമ്മുടെ ഫെയിം വെച്ച് ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്ന പറയുന്നത് ഓൺലൈൻ മീഡിയക്കാർ. ചിലര് പറയും അവർക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ വീഡിയോയിൽ സാധാരണ കമന്റ് വരുന്നത് നീ പല്ല് തേക്കാറില്ലെന്ന്, അത് സത്യമാണോ? പല്ല് കുറിച്ച് അറിയണ്ട. അതിപ്പോ ഇടക്കുച്ചിലൊരു ഡെന്റൽ ക്ലിനിക് ഉണ്ട്. ഈ കറവെന്നാ പല്ലേക്കത്തുണ്ടല്ല മുറുക്കിന്റെ പരിപാടി. ഇടയ്ക്ക് സീർപ്പരിക്കാറുണ്ടാവും. ഗ്ലാമറിന്റെ രഹസ്യം എന്ന് വെച്ചാൽ നമ്മള് ഇടക്കിടക്ക് മറ്റേ ഇത് പോകാറുണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ പോകാറുണ്ട്. അല്ലല്ല നമ്മളെ മറ്റേ അല്ലല്ല നമ്മളെ മറ്റേ ഇത് ക്ലീനിങ്. നിങ്ങൾ വെർജിനാ? ദൈവത്തിന്റെ ഇത് നിന്റെ അതൊക്കെ സമയത്ത് പറയും. എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. സത്യമാണോ? റൈറ്റൊക്കെ പലതും പറയും. വാക്ക് പറഞ്ഞേ. വേറെ കാര്യം പറയാം. ഇപ്പൊ ഹനോസിന്റെ വിഷയം, ബബിൾസിന്റെ വിഷയം നടക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് രണ്ടുപേരുടെ ഫാൻസ് ആയതുകൊണ്ട് ഒരു റിപ്ലൈ ഇല്ല. ആരും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അല്ല, ഹണിറോസ് എന്ന് പറഞ്ഞാൽ അവര് എല്ലാവർക്കും കേസ് കൊടുക്കുന്നില്ല, കമന്റ് ഇടുന്ന എല്ലാവർക്കും. എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മള് കളഞ്ഞു പോകാൻ പറ്റൂല. ഞാൻ കറക്റ്റായിട്ട് ബോച്ചയ്ക്കെതിരെ കൊടുത്തേക്കണെന്ന് പറഞ്ഞാൽ എത്ര സുഹൃത്താണെങ്കിലും അവര് അടിയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നതാണ് അവര് ബോച്ചയ്ക്കെതിരെ കമന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കമന്റ് ഇടുമ്പോൾ ലേഡീസിന് കമന്റ് ഇടുമ്പോൾ സൂക്ഷിച്ച് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അവർക്കാണ് മുൻപന്തി. ഇപ്പൊ നമ്മള് അല്ല പക്ഷേ അവരെ ഒരു കമന്റ് ഹണിറോസ് അത് അണ്ണൻ സിനിമയ്ക്ക് വേണ്ടി അണ്ണൻ നായകനാവുന്ന പടത്തില് അങ്ങനെ ഒരു ദിവസേ കണ്ടപ്പോഴല്ലേ കൈ തന്നു. എന്നിട്ട് ഇനി പറയുന്നാലോ എന്തെങ്കിലും ഞങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ വൈറലായിരുന്നു. രക്ഷപ്പെട്ടു. ഇപ്പൊ ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും തോന്നുന്നു. ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്താണ് ഹണിറോസിന്റെ കൂടെ. ഫോട്ടോ ഞങ്ങൾ ഇങ്ങനെ എടുത്തു. കാരണം ഹണിറോസ് ബൈറ്റ് പറയുന്നതിനെ കുറിച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് നമ്മൾ ഹണിറോസിനെ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുത്തായിരുന്നു. ഇങ്ങനെ കാല് പണ്ടെടുത്ത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു.
ഒരു കാര്യം കൂടെ പറഞ്ഞാ, ഈ കാണിച്ച ശുദ്ധ പോകൃതരാണ് ഇവരെ ലിപ് ലോക്ക് ചെയ്യുന്നതും ഇവരെ കൊണ്ടെന്ന് പറഞ്ഞതും ശുദ്ധ പോകൃതരാണ്. കാരണം അല്ലേ ഒരു കമന്റ് ഈ തെണ്ടികൾ എന്റെ ഒരു പടം ഇട്ടിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇറക്കിയായിരുന്നു ഇവർ എല്ലാ ഗ്രൂപ്പിലും കിട്ടിക്കാണല്ലോ. അപ്പൊ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. അതിന് പ്രശ്നം ഫോട്ടോസ് ഞാൻ വേറെ നമ്മളെ മറ്റേ ഈ ഇഷ്ടമാണെന്നും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു ചോദിച്ചപ്പോ പറയാം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളെ ഒരു എന്താ ദേഷ്യമൊന്നുമില്ല. ഫോട്ടോ എടുത്തിരുന്നു, നമ്മളൊക്കെ എടുത്തിരുന്നു. എന്തായാലും ഇതില് സത്യാവസ്ഥ ഒന്നുമില്ല, എഡിറ്റ് ചെയ്തതാണ്. അല്ലാണ്ട് ഇവര് തമ്മിൽ ലിപ് ലോക്ക് ചെയ്യുന്നതല്ല കേട്ടോ.